ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ഈ എഗ്ഗ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സാദാ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാളയും മല്ലിയിലയും പുതിനയും പൊരിച്ചു കോരുവാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞ് ബ്രൗൺ കളറിൽ പൊരിച്ചു കോരിയിട്ടുണ്ട്. സവാള പൊരിച്ചു കോരി മാറ്റി വെച്ചതിന് ശേഷം 1 കപ്പ് മല്ലിയില അരിഞ്ഞതും 1 കപ്പ് പുതിനയുടെ ഇല അടർത്തിയതും കൂടി അതേ എണ്ണയിലിട്ട് പൊരിച്ചു കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 3ഉം കൂടി ഒരു പ്ലേറ്റിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊരിക്കുമ്പോൾ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത ഓയിലിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം ക്രിസ്പിനെസ് നീണ്ടു നിൽക്കും. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ബിരിയാണികളുടെ റെസിപ്പീസിലൊക്കെ ഈ സവാളയും മല്ലിയിലയും പുതിനയും പൊരിച്ചു കോരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കാത്തത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ആ സവാള പൊരിച്ചു കോരി മാറ്റി വെച്ച എണ്ണ ഒരു 4 ടേബിൾ സ്പൂണോളം ആ പാനിൽ തന്നെ വെക്കുക. ബാക്കിയുള്ള എണ്ണ മാറ്റി വെക്കുക. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തീ ഓഫായിരിക്കണം, ഓൺ ആക്കാതെ തന്നെയാണ് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. മിക്സായി വന്നതിന് ശേഷം ചെറിയ തീയിൽ ഫ്ലെയിം ഓൺ ആക്കുക. വളരെ ചെറിയ തീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ട പുഴുങ്ങിയിട്ട് ഒരു കത്തി കൊണ്ട് നല്ലപോലെ വരയിട്ടതിന് ശേഷം ഇതിലിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട പുഴുങ്ങിയത് ഇവിടെ ഒരു 5 മുട്ട പുഴുങ്ങി ഓൾറെഡി വെച്ചിട്ടുണ്ട്. മൊത്തം 8 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അതിൽ 5 എണ്ണമാണ് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ മുട്ടയും ഇങ്ങനെ കത്തി കൊണ്ട് വരയിട്ടതിന് ശേഷം ഈ മസാലയിലോട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് മൊരിയിച്ചെടുക്കണം. ബാക്കി 3 മുട്ട ഞാൻ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേവിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോയായിരുന്നു. അപ്പോൾ അത് സാരമില്ല, നമുക്കവിടെ സൈഡിലെടുത്ത് വെക്കാം. അതുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ആ മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് അവിടെ ഇട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ മുട്ടയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വളരെ ചെറിയ തീയിൽ അവിടെ ആ മുട്ടയുടെ മുകളിൽ ഈ മസാലയൊക്കെ കോട്ട് ചെയ്തൊന്ന് മൊരിഞ്ഞ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. വളരെ ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മസാല കരിഞ്ഞു പിടിക്കും. ഒരു 2-3 മിനിറ്റ് മാക്സിമം ഈ മസാലയിലിട്ട് മുട്ട ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ആ എഗ്ഗ് മസാല സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് ഈ ബിരിയാണിക്ക് വേണ്ടുന്ന മസാല വഴറ്റാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ഇരുമ്പിൻ്റെ ചൈനീസ് വോക്ക് പാനാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇരുമ്പ് പാത്രങ്ങളുടെ ഒരു കളക്ഷൻസിൻ്റെ വീഡിയോയും അതിൻ്റെ റിവ്യൂവും അതെങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്നുള്ളതും ഒക്കെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി ഈ ബിരിയാണിയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ഇഞ്ച് കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ കൂടെ തന്നെ ഒരു 15 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 6-7 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ ഒരു 10 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നിങ്ങൾ കണ്ടോ, ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുക പോലും ചെയ്യാതെ നല്ല നോൺ സ്റ്റിക്കിൽ വഴറ്റിയെടുക്കുന്ന പോലെ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ ഇരുമ്പ് പാത്രങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിലും ഉണ്ട് ഇത് വാങ്ങാനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ ഇതിലോട്ട് എണ്ണ പോരെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ഈ ചട്ടിയിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്ത് ഇത് പാകത്തിനായി വരുമ്പോഴാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 8 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വഴറ്റി കൊടുക്കേണ്ടി വരും. നല്ലതുപോലെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ പച്ചമണം നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ, അതായത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ തീയിലായിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു വേറിട്ട ടേസ്റ്റ് കിട്ടുന്നത്. സാജീരകമാണ്. 1 ടീസ്പൂൺ സാജീരകം കൂടി ചേർത്ത് കൊടുക്കുക. സാജീരകം വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ടുള്ള ജീരകമാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ബിരിയാണിക്ക്. എല്ലാം കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിലിട്ട്. അതിനുശേഷം ഇതിലേക്ക് 2 വലിയ പഴുത്ത തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി നല്ലതുപോലെ ഈ മസാലയോട് അലിഞ്ഞ് ചേരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 പിടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള 3 മുട്ടയില്ലേ, ഞാൻ പുഴുങ്ങിയ സമയത്ത് അത് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോയി കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പുഴുങ്ങിയ മുട്ട ബാക്കി 3 എണ്ണം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും പുതിനയുടെയും കൂട്ടിൽ നിന്ന് 1 പിടി എടുത്ത് ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇതിലോട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ തവി വെച്ചിട്ട് ഈ മുട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം, അതായത് പൊടിച്ചെടുക്കണം, കുത്തി പൊടിച്ചെടുക്കണം. എന്നിട്ട് എല്ലാ മസാലയും മുട്ടയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബിരിയാണിയിലോട്ട് ദമ്മാക്കുന്ന സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഈ എഗ്ഗിൻ്റെ നല്ല ഫ്ലേവർ ഈ ബിരിയാണിക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പുഴുങ്ങിയിട്ട് എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിയ ശേഷം മുകളിൽ വെറുതെ മുട്ട വെച്ചാലൊന്നും നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ 3 മുട്ട എടുത്ത് നല്ലപോലെ ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നല്ല ടേസ്റ്റ് ഈ ബിരിയാണിക്ക് കിട്ടും. അപ്പോൾ ഈ സ്റ്റെപ്പ് മറക്കാതെ ചെയ്യുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അയണിൻ്റെ തകിട് വെച്ചുണ്ടാക്കിയ പാത്രമായതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ നല്ലപോലെ പുകഞ്ഞു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പോലും ഇതിൻ്റെ അടിയിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. നല്ല നോൺ സ്റ്റിക്കിൽ വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ വഴറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ മസാലയൊക്കെ നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത്, ആ നേരത്തെ പുഴുങ്ങി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടകൾ മാത്രം ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിൽ ബാക്കി വന്ന മസാല നമുക്ക് ഈ ചീനച്ചട്ടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം മുട്ടയുടെ മസാലയും കൂടി ഈ വോപ്പാനിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ എഗ്ഗ് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ആ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട വേറെ ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടി ഇവിടെ ഒരു കുക്കറിലോട്ട് ഒരു 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് പൊട്ടിക്കാം. അതായത് ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പു, 2 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂൺ സാജീരകം ഫുള്ളായിട്ടുള്ളത് കേട്ടോ, പൊടിച്ചിട്ടല്ല, ഫുള്ളായിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്ന് നല്ലപോലെ ചൂടായി പൊട്ടി തുടങ്ങുന്ന സമയത്ത് വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഒരുപാട് കളർ മാറുന്നിടം വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഈ വഴന്നു വന്ന സവാളയുടെ കൂട്ടിലോട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് ജീരകശാല അരിയാണ്. ആ അരി നല്ലപോലെ കഴുകി ഒരു 10 മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ട്. കുതിർത്തി വെച്ച അരി അരിപ്പയിലോട്ട് ഒന്ന് അരിച്ചെടുത്ത് വെക്കാം.
ഇനി ഈ വഴന്നു വന്നിരിക്കുന്ന സവാളയിലോട്ട് 3 ഗ്ലാസ് അരിക്ക് 5.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ സവാളയുടെ കൂട്ടിലോട്ട് 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളച്ചു വരുന്ന സമയത്താണ് നമ്മൾ ആ അരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആ ഉപ്പ് കുറച്ച് മുൻപിൽ നിൽക്കണം, എങ്കിലാണ് അരി വെന്ത് വരുമ്പം അരിയിലോട്ട് ഉപ്പ് പാകമായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരുമ്പം വേണം കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാൻ. 3 ഗ്ലാസ് അരിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തി അവിടെ ഓഫ് ചെയ്തിടുക. എന്നിട്ട് നല്ലപോലെ ആവി പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഞാൻ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ടാണ് ബിരിയാണികൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുക്കറിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൽ ഈ വിസിൽ വരുത്തിയൊന്നുമല്ല നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇപ്പോൾ ഇവിടെ ആവിയൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ദേ ഇവിടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മാക്കാനുള്ള സ്റ്റെപ്പിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ ബിരിയാണി ദമ്മാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ദമ്മാക്കി എടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം മൺചട്ടി ഇവിടെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ ഓണാക്കിയിട്ടില്ല. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലതുപോലെ നമുക്ക് ഈ ചട്ടിയുടെ അകത്തെല്ലാം തേച്ച് പിടിപ്പിക്കാം. ഇനി ഈ ചട്ടിയുടെ ഉള്ളിലേക്ക് ആദ്യം നമ്മൾ നിരത്തുന്നത് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറാണ്. ഒരു ലെയർ നെയ്ച്ചോറ് നിരത്തിയിടുവാണ്. നെയ്ച്ചോറ് നിരത്തിയതിന് ശേഷം നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് മസാല ഒരു ലെയർ നിരത്തിയിടുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ പൊരിച്ചു വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും പുതിനയും കൂടി നിരത്തിയിടാം. അതുകൂടാതെ വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി ഇതിൻ്റെ ഇടയിലൂടെ നിരത്തിയിടാം കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടി ടേസ്റ്റി ആക്കും. വേണമെങ്കിൽ കുറച്ച് പുതിനയും ഇടാം. ഇനി അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു ലെയർ നെയ്ച്ചോറും കൂടി ഇടുക. വീണ്ടും മസാല നിരത്തുക. വീണ്ടും പൊരിച്ചു കോരിയ ഐറ്റംസും കൂടി അതിൻ്റെ മുകളിലോട്ട് നിരത്തുക. ഇങ്ങനെ നമ്മൾ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് മുകളിലോട്ട് നെയ്ച്ചോറ് തന്നെ ഇട്ട് ലെയർ ചെയ്ത് എടുക്കാം. ഏറ്റവും മുകളിലേക്ക് ആ പൊരിച്ചു കോരിയ സവാളയൊക്കെ വെതറിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മുട്ട ഓരോന്നായിട്ട് നിരത്തി ഇങ്ങനെ വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ എല്ലാ ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ദമ്മാക്കിയതിന് ശേഷം ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ ഏതെങ്കിലും ഒരു സ്പൂണിൻ്റെ പുറകുവശം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തടിയുടെ ഒരു കോലും കൊണ്ടോ ബിരിയാണിയുടെ ചുറ്റിൽ നമുക്ക് താഴെ വരെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ തീയിൽ ദമ്മാക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ആവി ആ ഹോളിലൂടെ കയറി ഈ ബിരിയാണിയുടെ ഫ്ലേവർ ഈ ബിരിയാണിയുടെ ടോപ്പ് വരെ എത്തും. അപ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് ആവി മുകളിലോട്ട് എത്താനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വളരെ ചെറിയ തീയിൽ വേണം ഇങ്ങനെ ദമ്മാക്കാനായിട്ട് വെക്കാൻ. ഏകദേശം 10 മിനിറ്റോളം അങ്ങനെ മൂടി വെച്ച് ചെറിയ തീയിലിട്ട് ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മൂടി തുറക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.